SDPIയുടെ പിന്തുണ ആർക്കും വേണ്ടേ? SDPI പരസ്യമായി UDFന് പിന്തുണ പ്രഖ്യാപിച്ചത് മുതൽ സംസ്ഥാനത്ത് അത് ഏറ്റവും വലിയ ചർച്ചയായിരിക്കുകയാണ്. വർഗീയവാദികളുടെ വോട്ട് വാങ്ങി തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നു എന്നത് വിഷയമായി അതൊരു ആരോപണമായി ഉയർത്തുന്നു. അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ BJP ഒക്കെ ഉയർത്തിയ വാദങ്ങൾക്ക് സമാനമായ വാദം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യം. SDPI പിന്തുണ വേണ്ടെന്ന നിലപാട് ഇതോടെ UDFന് വ്യക്തമാക്കേണ്ടി വന്നിരിക്കുകയാണെന്ന്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ ഒരുപോലെ എതിർക്കും എന്നതാണ് ഇന്ന് UDF അതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയത്. വർഗീയവാദികളുടെ പിന്തുണ ആവശ്യമില്ലെന്നും CPM-ഉം BJP-യും ഒക്കെ ചങ്ങാതിമാരെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഇത് നേരത്തെ പിണറായി വിജയൻ ഉപയോഗിച്ച അതേ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒക്കെ ചങ്ങായി എന്ന വാക്ക് ഉപയോഗിച്ചാണ്. എങ്ങനെയാണ് ഈ വാക്ക് വന്നത് എന്നൊക്കെ അന്ന് ചർച്ചയായതാണ്. അതേ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബന്ധം കൂടുതൽ ആരുമായിട്ട് കേരളത്തിൽ ഇടതുമുന്നണിയായാലും വലതുമുന്നണിയായാലും ഒരേപോലെ ഉന്നയിക്കുന്നത് ആരാണ് BJP-യെ ശക്തമായി എതിർക്കുന്നത്, ആരാണ് BJP-യുമായി രഹസ്യ ബാന്ധവമുള്ളത്. ഇത് പരസ്പരം രണ്ട് പാർട്ടികൾ പ്രത്യേകിച്ച് CPM-ഉം കോൺഗ്രസുമാണ് ഇത് പരസ്പരം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും SDPIയുടെ പിന്തുണ വേണ്ട എന്ന് പരസ്യമായി തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം ഈ പ്രധാനപ്പെട്ട ആളുകളുടെ പ്രതികരണം അതൊന്ന് കേട്ടിട്ട് പോ. ഭൂരിപക്ഷ വർഗീയതയെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും കേരളത്തിലെ കോൺഗ്രസും UDF-ഉം ഒരുപോലെ എതിർക്കും. അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല. ഇപ്പോൾ SDPI UDF-ന് നൽകിയിരിക്കുന്ന പിന്തുണയെ ഞങ്ങൾ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കാണുന്നത്. വോട്ട് ചെയ്യുന്നത് വ്യക്തിപരമായിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വോട്ട് ചെയ്യാം. എല്ലാ ജനവിഭാഗങ്ങളും UDF-ന് വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ സംഘടനകളുടെ കാര്യത്തിൽ ഞങ്ങളുടെ തീരുമാനം ഇതാണ്. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ്, ഈ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞങ്ങൾ SDPIയുടെ പിന്തുണയെയും കാണുന്നത്. ഇപ്പോഴാണ് അറിഞ്ഞത്. ഏതായാലും പാർട്ടി കൂടിയാലോചിച്ച് തീരുമാനം എടുക്കും. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം UDF-ന്റെ അനുവാദം വാങ്ങിയിട്ടല്ല പിന്തുണ നൽകിയത്. അതുകൊണ്ട് തന്നെ പാർട്ടി നിലപാട് അവരുടെ നിലപാട് ദയനീയമാണ്. അത് UDF-ന്റെ ഗതികേടാണ് ബോധ്യപ്പെടുത്തുന്നത്. പക്ഷേ എങ്കിലും നമ്മുടെ പാർട്ടിയുടെ നിലപാടും മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. ഏതായാലും ഞങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനം എടുക്കുകയുള്ളൂ. സെക്രട്ടേറിയറ്റോ അല്ലെന്നുണ്ടെങ്കിൽ എസ്റ്റാബ്ലിഷ് അടിയന്തരമായിട്ട് കൂടുന്നതാവും. എന്നാൽ UDF-ന്റെ അനുമതി വാങ്ങിയിട്ടല്ല പിന്തുണ പ്രഖ്യാപിച്ചതെന്നും പാർട്ടി കൂടിയാലോചിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നുമുള്ള SDPI നേതാവ് അൻസാരി ഏനാത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. UDF-ന്റെ അനുമതി വാങ്ങിയല്ല ഞങ്ങൾ UDF-നെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് എന്ന് അവർ പറയുന്നു. എന്താണ് ഇനി ഇവർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന SDPI സ്വീകരിക്കുന്ന നിലപാട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പോലും SDPI UDF-നെ പിന്തുണ നൽകി ഈ പ്രശ്നത്തിലേക്ക് എടുത്തിടുകയായിരുന്നു. അവർക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ മതിയായിരുന്നു. ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നതോടുകൂടി UDF-നെ സംബന്ധിച്ച് അത് അവർക്ക് വലിയ പ്രതിസന്ധിയും പ്രശ്നവും യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്. രേണുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധിയല്ല, കേരളത്തെക്കാൾ വലുതായി ഇത് ദേശീയ തലത്തിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധിയാണ്. SDPI എന്ന പാർട്ടിക്ക് PFI-യുമായി ബന്ധമുണ്ട് എന്നുള്ളത് അവർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ ആളുകൾക്ക് അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത്തരം ഒരു പാർട്ടിയുമായി PFI-യുടെ രാഷ്ട്രീയ പാർട്ടിയുമായി കേരളത്തിലെ കോൺഗ്രസ് പിന്തുണ തേടുന്നു, അല്ലെങ്കിൽ അവരെ ഒറ്റ ഐക്യത്തോടു കൂടി നിൽക്കുന്നു. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കേരളത്തിലാണ്. രാഹുൽ ഗാന്ധി വിജയിക്കാൻ പോകുന്നത് ഇത്തരം മത തീവ്രവാദികളുടെ പിന്തുണയോടുകൂടിയാണ് എന്നൊരു പ്രചാരണം ഉത്തരേന്ത്യയിലാകെ BJP വലിയ തോതിൽ ഇറക്കിവിടും. അങ്ങനെ ഒരു പ്രചരണം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. SDPI ഒന്നും ന്യായീകരിച്ചുകൊണ്ട് UDF-ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. LDF വളരെ വ്യക്തമായി തന്നെ പറയുകയും ചെയ്തു, ഞങ്ങൾക്ക് SDPIയുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞു. SDPI ഇന്നും തന്നെ പറയുന്നത് പൂർണ്ണമായി ഇലക്ഷൻ നിൽക്കുമ്പോൾ ആരുടെയും പിന്തുണ വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയുന്നില്ല. സതീശൻ പറയുന്നത് ഞങ്ങൾക്ക് വോട്ട് വ്യക്തികളാണ് ചെയ്യുന്നത്, അതിപ്പോ ഏത് പാർട്ടിയാലും വ്യക്തി ചെയ്യുന്നത്, അത് വോട്ട് വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ SDPI എന്ന പാർട്ടിയുടെ പിന്തുണ വേണ്ട. പക്ഷെ അത് പിന്തുണ വേണ്ട എന്ന് പറയാൻ വേണ്ടി 2 ദിവസം എടുത്തപ്പോൾ ഉണ്ടായ ഡാമേജ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കോൺഗ്രസിന് ഇങ്ങനെ ഒരു നിലപാട് വേണമെങ്കിൽ ഇന്നലെ തന്നെ, അല്ലെങ്കിൽ ഈ പിന്തുണ പ്രഖ്യാപിച്ച വിവരം വരുമ്പോൾ തന്നെ എടുക്കാമായിരുന്നു. പക്ഷേ അവിടെ വ്യക്തമായ മറുപടി നൽകാതെ ഇന്നലെ സതീശൻ അത് അവസാനിപ്പിക്കുകയായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനുള്ള മറുപടി. അതേസമയം കുറച്ചുകൂടി കടന്ന് K. സുധാകരൻ വോട്ട് വേണം എന്ന് തന്നെ പറയുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നലത്തെ
പ്രതികരണം വന്നത്. രണ്ടുപേരുടെയും പ്രതികരണത്തിന്റെ വോട്ട് ആര് ചെയ്താലും വാങ്ങും, ഇനിയിപ്പോ വേണമെങ്കിൽ CPM ചെയ്തോ, ഞങ്ങൾ വാങ്ങിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിക്കുന്ന രീതിയായിരുന്നു കെ സുധാകരന്റേത്. അതിനൊക്കെ ശേഷമാണ് ഇന്ന് UDF ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കിരൺ സൂചിപ്പിച്ചതുപോലെ ആ ഡാമേജ് മാറുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടുന്ന കാര്യമാണ്. അവിടെ കിരൺ, ഇവിടെ SDPI ഇങ്ങനെ വോട്ട് ചെയ്യാം എന്ന് പറയുന്നു. മതനിരപേക്ഷതയ്ക്കൊപ്പം എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതിനാണ് അവർ വോട്ട് ചെയ്യുന്നത് എന്നതാണ് ഇന്നലെ VD സതീശൻ പറഞ്ഞത്. SDPI അങ്ങനെ ഒരു നിലപാടെടുത്ത് ഇവർക്ക് വോട്ട് ചെയ്യുമ്പോൾ അത് ന്യൂനപക്ഷ സമുദായത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അതിനുമപ്പുറം ഭൂരിപക്ഷ സമുദായം അവരുടെ വോട്ട് എന്നത് വലിയ പ്രാധാന്യമുണ്ടല്ലോ. അത് ഒരു ഷുവർ ആക്കി വെച്ചുകൊണ്ടാണ് മറ്റുള്ള ന്യൂനപക്ഷ വോട്ടിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത്. ഇങ്ങനെ ഒരു നിലപാട് SDPI എടുക്കുന്നു, അവരുടെ പിന്തുണ UDF എന്ന് വരുമ്പോൾ ഭൂരിപക്ഷ സമുദായത്തിൽ വരുന്ന ഭിന്നിപ്പ് അല്ലെങ്കിൽ ആ വോട്ടിന്റെ ചാഞ്ചാട്ടം എങ്ങനെയായിരിക്കും? രേണുക, ഇത് ഭൂരിപക്ഷ സമുദായത്തിൽ മാത്രമല്ല ഇതുണ്ടാവുന്നത്. ഇത് ന്യൂനപക്ഷ സമുദായത്തിൽ, പ്രത്യേകിച്ച് SDPI എന്ന് പറഞ്ഞാൽ മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. മുസ്ലിം വിഭാഗത്തിൽ തന്നെ കേരളത്തിൽ നമ്മൾ അതിന്റെ ഒരു കണക്ക് ചരിത്രം കൂടി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം, ഈ SDPIക്ക് അങ്ങനെ ഒരു വലിയ സ്വാധീനമുള്ള പാർട്ടിയല്ല. ഇപ്പൊ ഈവൻ നമ്മൾ മാധ്യമങ്ങൾ പോലും അവർക്ക് നൽകുന്ന ഒരു പരിഗണന എന്ന് പറഞ്ഞാൽ അവരുടെ പാർട്ടിയുടെ സ്വാധീനം വെച്ചൊന്നുമല്ല. SDPIക്ക് ഉണ്ടായ ചില തീവ്ര നിലപാടുകൾ, അവർ കാലാകാലങ്ങളിലെ എടുത്ത നേരത്തെ ഒരു മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, ഇത്തരം തീവ്ര നിലപാടുകളുടെ പേരിലാണ് അവർക്ക് പലപ്പോഴും കൂടുതൽ മാധ്യമ ശ്രദ്ധയോ അല്ലെങ്കിൽ ചർച്ചയൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ കണക്കുകളൊന്ന് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും നോക്കിയാൽ ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും ഇവർക്ക് തികച്ച് 1 ലക്ഷം വോട്ട് പോലും നേടാൻ കഴിയാത്തൊരു പാർട്ടിയാണ്. 0.4% വോട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും. 2021 നിയമസഭയിൽ 140-ൽ 40 ഇവർ മത്സരിച്ചത്. അവർക്ക് ആകെ കിട്ടിയ വോട്ട് 75,566 വോട്ടാണ്. 75,000 വോട്ട് കേരളത്തിൽ ആകെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ 1% വോട്ട് പോലും ഇല്ല. 0.4%, 0.5% വോട്ട് പോലും ശേഖരിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയാണ്. അവർക്ക് ഏറ്റവും സ്വാധീനമുള്ള മേഖലയൊക്കെ നോക്കിയാണ് ഈ 40 സീറ്റുകൾ മത്സരിച്ചത്. ഇനി 2019 ലോക്സഭ എടുത്താലും അവിടുത്തെ അവസ്ഥ ഇത് തന്നെയാണ്. അത് 20 സീറ്റുകളിലെ 10 സീറ്റുകളിലാണ് SDPI മത്സരിച്ചത്. പക്ഷെ ഇന്നലെ പറയുമ്പോൾ തന്നെ സതീശൻ പറഞ്ഞ മറുപടി ഉണ്ടായിരുന്നു. ഈ വേണം വേണ്ട എന്നൊക്കെ പറയുമ്പോഴും ഞങ്ങൾ കഴിഞ്ഞ തവണ 19 സീറ്റിലും ജയിച്ചത് ഈ SDPIയുടെ പിന്തുണ കൊണ്ടല്ല, ഞങ്ങൾ അല്ലാതെ തന്നെ ജയിച്ചവരാണ് എന്നൊരു കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അന്ന് 2019 10 മത്സരിച്ച് ആകെ കിട്ടിയത് 80,811 വോട്ടാണ്. അവിടെയും 0.4%. SDPIയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് 2014 അന്ന് പ്രധാനമായും ലീഗിന്റെ നിലപാടുകൾ കുറെ കൂടി തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ലീഗ് BJPയെ നേരിടാൻ തക്ക കരുത്തിലേക്ക് നിൽക്കുന്നില്ല, കോൺഗ്രസിന് പിന്നിൽ നിൽക്കുകയാണ്. പലപ്പോഴും അവരൊരു പല തീവ്രമായി ചിന്തിക്കേണ്ട ചില ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ നിലപാടെടുക്കേണ്ട ഘട്ടത്തിൽ അത്തരം നിലപാടുകൾ ലീഗിന്റെ രീതി അങ്ങനെ തന്നെയാണ്. ലീഗ് എല്ലാ കാലത്തും അങ്ങനെ ഒരു തീവ്ര നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയല്ല. അവർ കുറെ കൂടി സംയമനത്തോടുകൂടി തീരുമാനങ്ങളൊക്കെ എടുക്കുകയും കുറെ കൂടി സൗഹാർദ്ദത്തോടുകൂടി പോകണം എന്നൊക്കെ ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാർട്ടി. ലീഗിന്റെ പാരമ്പര്യം തന്നെ അങ്ങനെയാണ്. ആ ലീഗിനോട് വിരോധമുള്ള ആളുകൾ അല്ലെങ്കിൽ ലീഗ് വിരുദ്ധരായ ആളുകളാണ് കൂടുതൽ SDPIക്ക് വരുന്നത്. SDPIയുടെ വോട്ടിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർക്ക് വോട്ട് കഴിഞ്ഞ തവണ ലഭിച്ചാണെങ്കിൽ ആകെ 10,000-ന് മേളിൽ വോട്ട് 2 മണ്ഡലത്തിൽ ലഭിച്ചത്. അവിടെയാണ് കിരൺ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം. ഇതൊരു ഡീലാണ്. ഇത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ഉള്ളതുമല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. അങ്ങനെ നോക്കിയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പലയിടങ്ങളിലും SDPI പിന്തുണയോടുകൂടി ഭരണത്തിലൊക്കെ ഏറാറുണ്ട്. ഇവർ മാറിയും തിരിഞ്ഞും പരസ്പരം ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഒരു വരുന്ന ഭാവി കൂടി കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു ചീട്ടിടലല്ലേ യഥാർത്ഥത്തിൽ? വേണമെങ്കിൽ അങ്ങനെ വേണേൽ പറയാം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം SDPIക്കാർ പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറേയേറെ സ്ഥലങ്ങൾ ജയിച്ചിട്ടുണ്ട്, അതാണ് ഞങ്ങളുടെ ശക്തി. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, അത് CPM ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും ആകെ ഒരു വോട്ട് എന്നതിനപ്പുറത്തേക്ക് അവിടെ പലപ്പോഴും വ്യക്തികളുടെ സ്വാധീനം, ഒരു പ്രദേശത്ത് സ്വാധീനമുള്ള ഒരാളാണ് മത്സരിക്കുന്നതെങ്കിൽ ആ സ്വാഭാവികമായും അയാൾ കിട്ടുന്ന വോട്ട് അത് നമുക്കൊരു പാർട്ടിയുടെ വോട്ടായി ഒന്നും പൂർണ്ണമായും കണക്കാക്കാൻ കഴിയില്ല. കണക്കാക്കാൻ കഴിയുന്നത് നിയമസഭയിൽ കിട്ടിയ വോട്ട്, ലോക്സഭയിൽ കിട്ടിയ വോട്ട്. ഞാൻ പറഞ്ഞില്ല, 2014 ഏറ്റവും കൂടുതൽ വോട്ട് ഇവർ കിട്ടിയത്. അന്ന് കിട്ടിയത് 2,73,847 വോട്ടാണ്. 1.5% വോട്ട് കിട്ടി. 1.5% വോട്ടെന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒരു വോട്ടല്ല. പക്ഷേ ഈ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അന്ന് എല്ലാ സീറ്റിലും മത്സരിച്ചാണ്. അതിനുശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും SDPIക്ക് അങ്ങനെ ഒരു വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. SDPIയെ സംബന്ധിച്ച് ഈ 75,000 വോട്ട്, 1 ലക്ഷം തികച്ചില്ലാത്ത വോട്ടുള്ള ഒരു പാർട്ടിയെ കൊണ്ട് എവിടെയെങ്കിലും ഇപ്പൊ അതിനേക്കാൾ കുറഞ്ഞ വോട്ടിൽ ഒരിടത്ത് ജയിക്കുക നോക്കുകയൊക്കെ ചെയ്യുന്നവരാ. സാധാരണഗതിയിൽ അങ്ങനെ ഒന്നും ഒരു മണ്ഡലത്തിൽ 10,000 വോട്ട് പോലും ഇല്ലാത്ത ഒരു പാർട്ടിയെ സംബന്ധിച്ച് ആ പാർട്ടിക്ക് കേരളത്തിലെ ഒരു മുന്നണിക്ക് പിന്തുണ കൊടുത്താൽ അവർ ജയിക്കുമെന്നോ അല്ലെങ്കിൽ മറ്റൊരു പിന്തുണയ്ക്ക് അവർ തോക്കുമെന്നോ ഒന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അവരുടെ ഈ അഭിപ്രായ പ്രകടനം അവരെ ആകെ
പ്രശ്നത്തിലാക്കിയിരിക്കുകയും കൂടി ചെയ്തിരിക്കുകയാണ്. ഒരു വലിയ പ്രശ്നത്തിൽ അവർക്ക് ഒരാൾക്ക് പിന്തുണ കൊടുത്തേ പറ്റൂ. സ്വന്തം നിലയിൽ അവർ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് അറിയിക്കുക എന്നത് അവരുടെ ആവശ്യമാണ്. ഏറ്റവും പ്രധാനമാണ്. സ്വന്തം നിലയിൽ മത്സരിച്ചാൽ കേരളത്തിൽ പല ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും കെട്ടിവെച്ച കാശ് കിട്ടില്ല. നിലവിലുള്ള അല്ലെങ്കിൽ ഇപ്പൊ ഒരു പാർട്ടിക്ക് പറയാനൊന്നും കഴിയില്ല ഈ പാർട്ടിക്ക് ഞങ്ങൾ ഏത് പാർട്ടിക്ക് അവകാശപ്പെടാം, ഞങ്ങൾ കഴിഞ്ഞ 5 വർഷത്തേക്കാൾ ഇപ്പോഴും ഒരുപാട് വളർന്നു. പക്ഷെ നമുക്കൊരു കണക്കെടുക്കുമ്പോൾ അങ്ങനെയല്ല. നിങ്ങൾ കഴിഞ്ഞ തവണ എത്ര വോട്ടുണ്ടായിരുന്നു, അതിനേക്കാൾ ഒരു 10-20% അധികം വോട്ട് കിട്ടിയാൽ പോലും, അതിന് 50% അധികം വോട്ട് കിട്ടിയെന്ന് കിട്ടില്ലേ, നേരെ ഇരട്ടി വോട്ട് കിട്ടിയാൽ പോലും ഇവർ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 0.4 നിന്ന് 0.8% അപ്പോഴും 1% വോട്ടിലേക്ക് എത്തുന്നില്ല. അപ്പൊ അത്ര ഒരു വോട്ടിന്റെ ശതമാനം മാത്രമേ SDPI നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ SDPI ചർച്ചയാക്കാൻ അവരെ സംബന്ധിച്ച് കഴിഞ്ഞു ഈ പ്രഖ്യാപനത്തിലൂടെ എന്നതല്ലേ നമ്മൾ കാണേണ്ടത്. മറിച്ച് ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു ലീഗ് ഈ വിഷയത്തിൽ നിലപാട് പറയണം എന്ന കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. നാളെ ഇനി ഇവർ യോഗം ചേർന്ന് തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് SDPI പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുൻപ് ചർച്ചകൾ നടന്നതിൻ്റെയൊക്കെ ചില വിവരങ്ങൾ അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. കൂടുതൽ സജീവമായി ഈ വിഷയം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കിരൺ കരുതുന്നുണ്ടോ? തെളിവുകൾ പ്രത്യേകിച്ച് ഇനി തെളിവുകൾ ഈ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഇത്തരം ശക്തികളുമായിട്ടൊക്കെ പല മണ്ഡലങ്ങളിലും അവരുമായി ഡീൽ ഉണ്ടാക്കാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് SDPI ഇതുവരെ പിന്തുണ നൽകിയിട്ടുള്ളത് UDF മാത്രമാണ്. LDF ഇതുവരെയും പരസ്യമായ പിന്തുണ നൽകിയിട്ടില്ല. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ പല സ്ഥലങ്ങളിലും രഹസ്യമായ ചില നീക്കങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടിയാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ നീക്കങ്ങളെ ഒന്നും എപ്പോഴും നമുക്ക് അതിനൊരു ദേശീയ രാഷ്ട്രീയമായോ സംസ്ഥാന രാഷ്ട്രീയമായിട്ടോ ഒന്നും കൂട്ടിക്കെട്ടാൻ പൂർണ്ണമായും കഴിയില്ല. ചില ഘട്ടത്തിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പരസ്യമായ എല്ലാ കാര്യത്തും പിന്തുണ നൽകിയിട്ടുള്ളത് UDF തന്നെയാണ്. ചില ഘട്ടത്തിൽ അവർ തീരുമാനമെടുത്തിട്ടുണ്ട് ബാക്കി മണ്ഡലങ്ങളിൽ ആരാണ് നല്ല സ്ഥാനാർത്ഥി, ആരാണ് കൂടുതൽ യോജിക്കാൻ കഴിയുന്നത്, അവർക്ക് നോക്കി വോട്ട് ചെയ്യുക പറഞ്ഞിട്ടുണ്ട്. പക്ഷേ LDF ഇപ്പോഴും ഉറപ്പിച്ച് പറയാം ഞങ്ങൾ ഇവരുടെ ഒരു പിന്തുണ വാങ്ങിയിട്ടില്ല. പക്ഷേ UDF അങ്ങനെ പറയാൻ കഴിയില്ല. UDF സംബന്ധിച്ച് ഇവരുടെ പിന്തുണ അവർ പരസ്യമായി നൽകിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു വിഷയം SDPI ഇനി മുഴുവൻ വോട്ടും ഈ കിട്ടുന്നതെന്ന് പറയും SDPI അവകാശപ്പെടുന്നത് ഞങ്ങൾ കാലാകാലങ്ങളിൽ ബാക്കിയുള്ള വോട്ടുകളൊക്കെ മുന്നണികൾക്ക് മറിച്ചു കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ മറിച്ചു കൊടുക്കുന്ന വോട്ട് എല്ലാം കൂടി ചേർത്താലും കിട്ടുന്ന വോട്ടിന്റെ ഒരു ലാഭവും ഇന്ത്യ ആകെ ഇതുണ്ടാക്കുന്ന ഒരു നഷ്ടം, പ്രത്യേകിച്ച് PFI നിരോധനത്തോടു കൂടി തന്നെ ഇന്ത്യയിൽ ആകെ കൂടി SDPIക്കെതിരെ ഒരു വികാരം, PFIക്കെതിരെ ഒരു വികാരം ഒക്കെ ഉണ്ട്. പ്രധാനമായും കോൺഗ്രസ് പറയുന്നത് എന്താണ്, ഹിന്ദു തീവ്ര വർഗീയവാദം ഉയർത്തുന്ന BJP RSS സംഘ ശക്തികൾക്കെതിരെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ അവർ മറിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ഒരു തീവ്ര നിലപാട് സ്വീകരിക്കുന്നുവെന്ന് പൊതുവെ കരുതപ്പെടുന്ന ഒരു പാർട്ടിയുടെ പിന്തുണ അല്ലെങ്കിൽ അവരുടെ പിന്തുണ വാങ്ങിയിട്ട് മത്സരിച്ചാൽ സ്വാഭാവികമായും BJPക്കെതിരെ ഉയർത്തുന്ന വർഗീയ അജണ്ടയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു മുദ്രാവാക്യത്തിന്റെ ഒരു ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുകയും ചെയ്യുന്നു. ദേശീയ തലത്തിലടക്കം പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളടക്കം ഇന്ന് സ്മൃതി ഇറാനി അടക്കം അത് പറയുകയും ചെയ്തു. അവിടെ പക്ഷേ കോൺഗ്രസിന് കാലതാമസം ഉണ്ടായി, നിലപാട് പ്രഖ്യാപിക്കുന്നതിൽ ഒരു കാലതാമസം ഉണ്ടായി. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഈ പിന്തുണ പ്രഖ്യാപിച്ച അടുത്ത നിമിഷം തന്നെ പറയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആ ഡാമേജ് ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുമായിരുന്നു. പരിധിവരെ അല്ല, അങ്ങനെയാണെങ്കിൽ ഡാമേജ് പൂർണ്ണമായും കുറയ്ക്കാൻ കഴിയും. ചില കോൺഗ്രസ്സുകാരെങ്കിലും കണ്ടത് ഇന്നിപ്പോൾ പല സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികൾ പറയുന്നത് നമുക്ക് അങ്ങനെയാണ് കൂട്ടണ്ട. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പലപ്പോഴും അവർക്ക് ആരുടെയും വോട്ട് വേണ്ട എന്നൊക്കെ പറയുന്നതിന് ചില പരിമിതികളൊക്കെ ഉണ്ട്. അതൊക്കെ സ്വാഭാവികമായി ചിലപ്പോൾ സ്ഥാനാർത്ഥികൾക്ക് അത്തരം ഒരു പരിമിതി ഉണ്ടാകും. പ്രത്യേകിച്ച് UDF സ്ഥാനാർത്ഥികൾക്ക് അത്തരം പരിമിതികൾ കൂടുതലാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ VK ശ്രീകണ്ഠൻ ഉൾപ്പെടെ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല എന്നൊരു വസ്തുതയുണ്ട്. ഇപ്പോൾ കോഴിക്കോട് അവസ്ഥ നോക്കിയാൽ എളമരം കരീം മത്സരിക്കുമ്പോൾ അവിടെ SDPI വോട്ട് കിട്ടിയാൽ കൊള്ളാം എന്ന നിലയിൽ തന്നെയാണ് എളമരം കരീം സ്ഥാനാർത്ഥിയാകുന്നതും LDF അങ്ങനെ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അങ്ങനെ നമുക്ക് LDF സംബന്ധിച്ച് നമുക്കിപ്പോൾ അത് ഒരു ഊഹം മാത്രമാണ്. നമുക്ക് LDF ഇതുവരെ പരസ്യമായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇവരുമായിട്ട് ധാരണയുള്ളവർക്ക് വോട്ട് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള മട്ടിലേക്ക് പറഞ്ഞിട്ടില്ല. വോട്ട് വേണ്ട എന്നുള്ള നിലപാട് പ്രഖ്യാപിത നിലപാട് തന്നെയാണ്. RSSന്റെ വോട്ട് അല്ലെങ്കിൽ ഹിന്ദു വർഗീയവാദികളുടെ അല്ലെങ്കിൽ മുസ്ലിം വർഗീയവാദ നിലപാടുകൾ സ്വീകരിക്കുന്ന അവർ കരുതുന്ന പാർട്ടികളുടെ വോട്ട് വേണ്ട എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത നിലപാടാണ്. ഈ പ്രഖ്യാപിത നിലപാടിനപ്പുറത്തേക്ക് പല സ്ഥലത്തും സ്ഥാനാർത്ഥികളൊക്കെ ചില തരത്തിലേക്കൊക്കെ ചില ഡീലൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്നുള്ളതും അല്ലെങ്കിൽ ചില സോഫ്റ്റ് കോർണറുകളൊക്കെ ചില കക്ഷികളോടൊക്കെ കാണിക്കാറുണ്ട് എന്നുള്ളതും ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിൽ നോക്കിയാൽ അത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം ഈ SDPIയുടെ വിഷയം വന്നതോടുകൂടി SDPI വിഷയത്തിൽ കംപ്ലീറ്റ് പ്രതിരോധത്തിലായത് കോൺഗ്രസും UDF ആണ്. SDPIക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നതെല്ലാം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ്. ഇപ്പോൾ മലപ്പുറത്തും പൊന്നാനിയിലും മാത്രമേ ഉള്ളൂ SDPIക്ക് കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ടുള്ള 2 മണ്ഡലങ്ങൾ അത് മാത്രമാണ്. പക്ഷെ പലപ്പോഴും അവർ ഒരു അതിന്റെ ഒരു ആകെ പ്രചരണം അങ്ങനെയല്ല. ഈ വിവാദം കൂടുതൽ ആളിക്കത്തുമോ? എന്തായിരിക്കും ഇനി SDPIയുടെ നിലപാട് പ്രഖ്യാപനം? അവർ ഏതെങ്കിലും തെളിവ്
പുറത്തുവിടുമോ, ഏതെങ്കിലും ധാരണ ഉണ്ടായിട്ടുണ്ടോ, ഏതെങ്കിലും ആശയവിനിമയം നടന്നിട്ടുണ്ടോ എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. വരും ദിവസങ്ങളിലും ഈ ചർച്ച തുടർന്നു പോകാനാണ് സാധ്യത. എന്തായാലും അത് അണയാതെ കാത്തു സൂക്ഷിക്കാൻ ഇടത് കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുണ്ട് ബി ജെ പി കേന്ദ്രങ്ങളും സ്വാഭാവികമായും ദേശീയ തലത്തിൽ ചർച്ചയാക്കി തന്നെ നിലനിർത്തുന്നുണ്ട്. നമുക്ക്